ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന മത്സരത്തിൽ കേപ്പ് വെർദേക്കെതിരെ തകർപ്പൻ പ്രകടനമാണ് അർജന്റീനയുടെ സെൻറ്റർ ബാക്കായ ലിസാൻഡ്രോ മാർട്ടിനസ് നടത്തിയിട്ടുള്ളത്. അതായത് ഒരു ഗോൾ അദ്ദേഹം നേടിയിരുന്നു. മാത്രമല്ല മനോഹരമായ ഒരു അസിസ്റ്റ് അദ്ദേഹം ഇന്ന് സ്വന്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മെസ്സിയിലേക്ക് ഒരു കിടിലൻ പാസ്സായിരുന്നു ലിസാൻഡ്രോ നൽകിയിരുന്നത്. അത് മെസ്സി ഗോളാക്കി മാറ്റുകയും ചെയ്തു. ഏതായാലും സമീപകാലത്ത് ഗുരുതരമായ പരിക്കുകൾ അലട്ടിയിട്ടുള്ള താരമാണ് ലിസാൻഡ്രോ മാർട്ടിനസ്. കഴിഞ്ഞ വർഷം ഒരു ACL ഇഞ്ചുറി അദ്ദേഹത്തെ പിടികൂടിയിരുന്നു. ഒരുപാട് കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നിരുന്നു. ആ സമയത്ത് ഫുട്ബോളിൽ നിന്നും വിരമിക്കുന്നതിനെക്കുറിച്ച് താൻ ആലോചിച്ചിരുന്നു എന്നുള്ള കാര്യം ലിസാൻഡ്രോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് താൻ മെസ്സിയെ ഒരു ഉദാഹരണമാക്കി, മെസ്സിയെ ഒരു മാതൃകയാക്കിക്കൊണ്ട് ഫുട്ബോളിൽ തന്നെ തുടരാനും ഫൈറ്റ് ചെയ്യാനും തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ലിസാൻഡ്രോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മെസ്സി എപ്പോഴും ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹമാണ് തൻ്റെ മാതൃക എന്നൊക്കെയാണ് ഈ സെൻറ്റർ ബാക്ക് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ വർഷം എനിക്ക് ഗുരുതരമായ ഒരു ACL ഇഞ്ചുറി അനുഭവിക്കേണ്ടി വന്നു. അന്ന് ഫുട്ബോളിൽ നിന്നും വിരമിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിരുന്നു. കാരണം പരിക്ക് എന്നെ അത്രയേറെ മോശമായ രീതിയിൽ ബാധിച്ചിരുന്നു. പക്ഷേ ഞാൻ പിന്നീട് മെസ്സിയെ ഒരു മാതൃകയാക്കി എടുക്കുകയായിരുന്നു. ഞങ്ങളുടെ ക്യാപ്റ്റനെ ഞാൻ എന്നും ഒരു ഉദാഹരണമാക്കി എടുക്കാറുണ്ട്. അർജന്റീന ജേഴ്സിക്ക് വേണ്ടി എപ്പോഴും ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മെസ്സി. എനിക്ക് പരിക്കേറ്റ സമയത്ത് എല്ലാം ഞാൻ മെസ്സിയുടെ ആ ഒരു പോരാട്ട വീര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്, അത് തുടരുകയും ചെയ്യും. മെസ്സിയാണ് എൻ്റെ മാതൃക. ഇതാണ് മത്സരശേഷം ലിസാൻഡ്രോ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും താരത്തിൻ്റെ ഈ ഒരു പ്രകടനം അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ്. കേപ്പ് വെർദെ നേടിയ ഒന്നാമത്തെ ഗോൾ അദ്ദേഹത്തിന് തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ മത്സരത്തിലേക്ക് അർജന്റീനയെ തിരിച്ചു കൊണ്ടുവന്നത് ലിസാൻഡ്രോയുടെ ആ ഗോൾ തന്നെയായിരുന്നു. അത് തീർച്ചയായും അർജന്റീനക്ക് ആത്മവിശ്വാസം നൽകുകയും ചെയ്തു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമിനെ വീണ്ടും കാണാം.